കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ? അതെന്താണ്, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നു, ഒടുവിലാൻ വീണത് അടി കൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ട് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിൽ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിത്ത് എന്ന് പറയുന്ന മാടമ്പിയെ പറ്റിയിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. കാരണം വേറെ ഒന്നുമല്ല, ഒടുവിലാൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടനോട് ഇദ്ദേഹം ചെയ്ത ചെറ്റത്തരവും അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ലജ്ജ തോന്നുകയാണ്, ലജ്ജ. അപ്പൊ ഇന്ന് ആലപ്പി അഷ്റഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടി മാത്രമല്ല കൊടുത്തത്, നാഭിക്കിട്ട് ഒരു ചവിട്ടും കൂടി കൊടുത്തു എന്നുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ചാനലിലൂടെയാണ് ഇദ്ദേഹം പേര് സഹിതം പറഞ്ഞത്. ഇന്നസെന്റ് ഒക്കെ ഇതിനു മുന്നേ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരു മുതിർന്ന സംവിധായകൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയിരുന്നു എന്നൊക്കെ. അന്നൊന്നും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് പറഞ്ഞു തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ്. അതിനൊരു ഒന്നൊന്നര ധൈര്യം വേണം. കാരണം എന്താ, ഒന്നുമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇനി അവൻ്റെ ഒരു തൊങ്ങോണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ആലപ്പി അഷ്റഫിനെ പോലെയുള്ള ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ തന്തയ്ക്ക് പിറന്നവര്, അവർ കൃത്യമായിട്ടെന്ന് പറയുന്നത് ആൾക്കാരുടെ പേര് വരെ പറഞ്ഞു. ചെയ്ത കാര്യങ്ങളാണ്, കണ്ട കാര്യങ്ങളാണ്, സെറ്റിലുള്ള കാര്യങ്ങളാണ്. ആലപ്പി അഷ്റഫ് ആണെങ്കിൽ ആ സിനിമയിൽ ചെറിയൊരു വേഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കടം. ഏതായാലും അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞത് അതിൻ്റെ നിർമ്മാതാവായ രേവതി കലാമന്ദിറിൻ്റെ നമ്മുടെ എന്താ പറയണ്ടേ, സുരേഷ് കുമാർ, മേനക സുരേഷ് കുമാർ, അയാളെ വിളിച്ചു പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണം. അതായത് അടി കൊണ്ട് മാത്രമല്ല അയാൾ വീണത്, നാഭിക്കിട്ടൊരു ചവിട്ടും കൂടി കൊടുത്തു എന്നുള്ളതാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നാഭിക്കിട്ടൊരു ചവിട്ട് കൂടി കൊടുത്തു. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു അന്ന്. ഒരു പക്ഷേ ഒടുവിൽ അങ്ങനെ ഒരു രോഗത്തിന് അടിമയായിരിക്കില്ല. ഒരു പക്ഷേ ഈ ചവിട്ടേറ്റത് കൊണ്ടാണോ രോഗത്തിന് അടിമയായത് എന്ന് പോലും നമുക്കിപ്പോഴും സംശയമുണ്ട്. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നവൻ ചിലപ്പോഴും നശിപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇയാൾ എത്ര വലിയ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേ. അതായത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ട ഒരു മനുഷ്യൻ. അത് മാത്രവുമല്ല, മോഹൻലാലും മമ്മൂട്ടിയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഏത് നടന്മാരുണ്ടെങ്കിലും അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് നാഭിക്കിട്ട് ചവിട്ടുകയും ചെയ്ത ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മമ്മൂട്ടിയും മോഹൻലാലൊക്കെ എന്തിനാണോ ഇങ്ങനെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മോഹൻലാൽ അവിടെ പ്രതികരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇലക്കം മുള്ളിനും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോടികൾ മുടക്കിയിട്ടെടുക്കുന്ന സിനിമയാണ്, സുരേഷ് കുമാറാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇനി എന്തെങ്കിലും നഷ്ടം വന്നു പോകണ്ട എന്ന് കരുതിയിട്ട് രഞ്ജിത്തിന്റെ കാല് പിടിച്ചിട്ട് രഞ്ജിത്തിനെ നോവിക്കാതെ, ഒടുവില നീ അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ അയാൾ നിന്നെ തല്ലിയത്, അല്ലെങ്കിൽ ഒടുവില നീ അയാളുടെ മുന്നിൽ നിന്നുകൊണ്ടല്ലേ അയാൾക്ക് ചവിട്ടാൻ കഴിഞ്ഞത് എന്നുള്ള തരത്തിൽ ഒടുവിലാനെ തന്നെ ചിലപ്പോൾ ഇവരെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. കാരണം അധികാരം എന്ന് പറയുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്നവന്റെ കയ്യിലാണ്. അവൻ എല്ലാ തരത്തിലുള്ള ഈ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ മറ്റുള്ള തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പോക്കറ്റിലാണ് ചില ആൾക്കാരുടെ മക്കളൊക്കെ, അതായത് പാർട്ടിയുടെ ഉന്നതന്മാരുടെ മക്കളും ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളുടെ പോക്കറ്റിലാണ്. അതുകൊണ്ട് രഞ്ജിത്തിനെ പിണക്കാനോ രഞ്ജിത്തിനെ ഇതാക്കാനൊന്നും ഒരാൾ പോലും നിൽക്കില്ല. പാവപ്പെട്ട ഒടുവിലാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണിടമാണ് ആ ഒരു വരിക്കാശ്ശേരിമാൻ. അവിടെ നിന്നാണ് ചവിട്ടിയതെന്നാണ് പറയുന്നത്. ഏതായാലും ആലപ്പി അഷ്റഫ് പറയുന്ന കാര്യങ്ങൾ, ഒറ്റ തന്തക്ക് പറഞ്ഞ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വളരെ നല്ല മനുഷ്യൻ, ഇയാളെ പോലെയുള്ള ഇയാളുടെ ഈ തുറന്നു പറച്ചിൽ തന്നെയാണ് ഒരു പക്ഷേ ഇയാളെ മലയാള സിനിമയിൽ നിന്നും ഔട്ടാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. ഈ മനുഷ്യൻ ഇതുപോലെ തുറന്നു പറയുന്നുണ്ടാവും, പലതും പച്ചക്ക് പറയുന്നുണ്ടാകും. സത്യം വിളിച്ചു പറയുന്നവനെ എപ്പോഴും ഒതുക്കാൻ ആളുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒതുങ്ങിപ്പോയ അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ആലപ്പി അഷ്റഫ്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ? അതെന്താണ്, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നു, ഒടുവിലാൻ വീണത് അടി കൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ട് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടയിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. തന്നെയുമല്ല, രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവം മനുഷ്യനുണ്ടായിരുന്നില്ല. സുരേഷ് കുമാർ ഒടുവിലാനെ തൊഴിച്ച കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഇതുൾപ്പെടെ വീണ്ടും ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും സുരേഷ് കുമാർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയുന്നു, താൻ ഇനി രഞ്ജിത്തിനെ ഒന്നും പറയരുത്.
അയാൾ വലിയ അവശതയിലാണ്. കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അയാളെ വിട്ടേര്. അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുന്നതിലാണ് കാര്യം. അതിന് മനസ്സിൽ കുറച്ച് നന്മ വേണമെന്ന് മാത്രം. എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ലല്ലോ. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഒരു ഘോഷയാത്ര തന്നെ ഇന്ന് അതേ രഞ്ജിത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതേ രഞ്ജിത്ത് ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ക്രിമിനലുകളുടെ കൂടെ പായ വിരിച്ച് കൊതുകേടിയും കൊണ്ട് ഉറങ്ങുന്ന ഒരു രഞ്ജിത്തിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഇപ്പോൾ എവിടെയാണുള്ളത്? അവൻ്റെ അഹങ്കാരത്തിന് മുഴുവൻ കിട്ടിയൊരു ശിക്ഷ തന്നെയല്ലേ ഇത്? ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷിക്കുന്നത് ഒടുവിലാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മാവ് തന്നെയായിരിക്കും. അവരിപ്പോഴും മുകളിൽ നിന്നും ചിരിക്കുന്നുണ്ടാകും ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട്. അത്രത്തോളം അഹങ്കാരിയായ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ. അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ടല്ലേ അവൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പ്രായത്തിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഇതിൽ പോലും നിൽക്കുമ്പോഴും അവൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ? എന്ത് നീചനാണ് അവൻ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാൾ പോലും അവനെ തള്ളിപ്പറയാൻ ഇവിടെയില്ല. ഒരാൾ പോലും, ഒരു സ്ത്രീകൾ പോലും അവനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം എന്താ? ഇവർക്കെല്ലാവർക്കും രഞ്ജിത്തേട്ടനെ വേണം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു തരം ആൾക്കാർ മാത്രമാണ്. അല്ലാതെ എല്ലാവരെയും ഒന്നും ഇവർ സംസാരിക്കത്തില്ല. ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് അവസരം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവരെയൊന്നും ഒരിക്കലും നമ്പരുത്. അതായത് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന സഹോദരിക്ക് ബിഗ് അഭിനന്ദനം തന്നെയാണ്. പക്ഷെ അവർക്ക് ഇനി സിനിമയൊന്നും കിട്ടത്തില്ല കേട്ടാ. ഇനി ഒരു സിനിമ പോലും അവർക്ക് കിട്ടത്തില്ല. അവരുടെ ആ ഒരു അഭിനയ ജീവിത ഭാവി ഇവിടെ കൊണ്ടുവന്ന് അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു ചാൻസുമില്ല. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണെങ്കിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പകൽ മാന്യന്മാരുള്ള ഒരുപാടെണ്ണമുണ്ട്. ഈ രഞ്ജിത്തിന്റെ മാത്രം കാര്യമല്ല, രഞ്ജിത്തിനെ പോലെയുള്ള ഒരുപാട് എന്നുകളുണ്ട് മലയാള സിനിമയിൽ. ഇവറ്റകളുടെയൊക്കെ ചട്ടുകമായി അല്ലെങ്കിൽ ഇവറ്റകൾ പറയുന്ന സ്ഥലത്ത് പറയുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രം മലയാള സിനിമയിൽ ഉയർന്നു വരാൻ കഴിയും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ല് വില പോലും കിട്ടത്തില്ല മലയാള സിനിമയിൽ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതാണ് രഞ്ജിത്ത് എന്ന് പറയുന്നവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇവനെയൊക്കെ പണ്ടേ മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോവുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ഒരുപാട് ആൾക്കാർ അടിച്ചൊതുക്കിയിട്ടുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇവൻ പഴയ SFI ബന്ധമാണ് പറയുന്നത്. 77 ഇവനെ ഏതോ ഒരു SFIന്റെ കൊടി പിടിച്ചോന്നോ അതിന്റെ പേരിൽ ഇവന് കോഴിക്കോട് ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇവൻ കുറെ പാഞ്ഞു നടന്നു. പക്ഷെ ആ സീറ്റ് ഇവന് കിട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ ഒരു MLA ഇപ്പോൾ CPM വീണ്ടും നാറിയനെ ഇവനെ പോലെയുള്ള ഒരുത്തനെ MLA ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുകൂടി നാറിയനെ. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണുകളാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. അതിന്റെ കൂടെ ഇവന്റെ ഈ പിടിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കണക്കായേനെ. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് എണ്ണത്തിനാണ് ഇതിന്റെ പേരിൽ പുറത്താക്കിയിരിക്കുകയാണ്. ഇവനെയും കൂടി പുറത്താക്കേണ്ടി വന്നേനെ. ഏതായാലും അങ്ങനെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവനെ ഒതുക്കണം, ഒതുക്കിയേ മതിയാവും. ഇവനൊന്നും ഇനി ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലപൊക്കി നിൽക്കരുത്. അത്രത്തോളം മാരകമായ വിഷമാണ് ഇവനൊക്കെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലയാള സിനിമയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം അധോലോകക്കാരനാണ് ഇവന്റെ ഈ ചൊൽപ്പടിക്ക്. അല്ലെങ്കിൽ എത്രമാത്രം കേസുകൾ വന്നു, എത്രമാത്രം ആൾക്കാർ ഇവനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു കേസുണ്ടായോ? അല്ലെങ്കിൽ ഇവനെതിരെ ആരെങ്കിലും നടപടിയെടുത്തോ? ഇവന് വീണ്ടും വീണ്ടും സ്ഥാനമാനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴീ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷവും ഇവൻ ആദ്യം ഫോൺ ചെയ്താൽ അറിയാം അവിടത്തേക്ക് തന്നെയാണ്. ഒന്നും പറയല്ലേ, എൻ്റെ സ്ഥാനമാനങ്ങൾ പോകും, എൻ്റെ പണങ്ങൾ പോകും, അതുപോലെ തന്നെ എനിക്ക് അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതാണ്. ഈ തമ്പുരാനെ തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ കൂവിക്കൊണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ നേരിട്ടത്. അതായത് കൂവി വിളിച്ചിട്ട് നേരിട്ടത്. അത്രമാത്രം ഭയങ്കരമായ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന മാന്യൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെ ഒന്നെന്ന് പറഞ്ഞാൽ 7 അയൽവക്കത്ത് പോലും അടുപ്പിക്കരുത്. അതായത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ തൂത്തെറിയേണ്ട. വിനായകൻ പറഞ്ഞതുപോലെ ഇവനെയൊക്കെ തുടച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. വിനായകനൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാളെ തുടച്ചു മാറ്റിയിട്ടുണ്ട് പോലും. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊണാൻഡ്ര ഡയറക്ടറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഉണ്ടാവും കയ്യിൽ. ഞാൻ പറഞ്ഞല്ലോ, പൈസയും പവറും അധികാരവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനും അതിനു വേണ്ടിയിട്ടൊക്കെ ആളുണ്ടാകും. പക്ഷേ ഒടുവിലാൻ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള അയാളുടെ ശാപമുണ്ടല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്നത്, അയാൾക്ക് അന്ന് അസുഖം ഉണ്ടായിരുന്നില്ല. അയാളുടെ അസുഖത്തിന് ചിലപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഈ ഒരു ചവിട്ടും അതുപോലെ തന്നെ അടിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. ആ ആഘാതത്തിൽ നിന്നായിരിക്കാം അയാൾ ഒരുപക്ഷെ അസുഖക്കാരനായത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇവന്റെ നീചമായ മുഖം ഒരിക്കൽ കൂടി പുറത്തു വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരജീവി തന്നെയാണ് ഈ എന്താ പറയുക രഞ്ജിത്ത് എന്ന് പറയുന്ന മാന്യൻ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്ര മോശപ്പെട്ടവനാണ്.
നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ബൈ ബൈ.